ഹായ് ഹലോ നമസ്കാരം. പി3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നമ്മുടെ സിലബസിൽ പറയുന്ന മേഖലകളുടെ ഒന്നുകൂടി ഒരു മോക്ക് ടെസ്റ്റായിട്ട് നടത്തണം. അപ്പോൾ അതിനകത്ത് നമ്മൾ നവോത്ഥാനം, കേരള ചരിത്രത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നൊരു മേഖലയാണ് നമ്മൾ സിലബസിനകത്ത് ആദ്യം കിടക്കുന്നത് അല്ലേ. അപ്പോൾ അറിയാം പഴശ്ശിരാജ പോലുള്ളതൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളുടെ നവോത്ഥാന നായകന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു നിര തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്രയും നവോത്ഥാന നായകന്മാരിൽ നിന്നും ഓരോരുത്തരുടെയിൽ നിന്നും ഓരോ ചോദ്യങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ നവോത്ഥാന നായകന്മാരെ റിലേറ്റ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃതികൾ, ആ കൃതികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് ചെയ്യാം. അത് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യാം. അപ്പോൾ അടുത്തടുത്താകുമ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നവോത്ഥാനത്തിൻ്റെ മിക്സഡ് ക്ലാസ്സാണ്, മിക്സഡ് മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ 10 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നവോത്ഥാനം ഏകദേശമൊക്കെ നിങ്ങൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മിക്സഡ് ആയിട്ട് പല മേഖലകളിൽ നിന്ന് നമ്മുടെ സിലബസിൽ പറയുന്ന നവോത്ഥാന നായകന്മാരുടെ ഒക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, എഴുതുക, മറക്കാതെ എന്ത് ചെയ്യുക, മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിൽ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ, ഈ ഒരു മോക്ക് ടെസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് കാണുന്ന ലൈക്ക് ബട്ടൺ എന്ത് ചെയ്യുക, ചുവടെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്താണ്? സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്താണ്? മഞ്ഞ, കാവി, വെള്ള, കറുപ്പ്. ഓക്കെ, ഈ വസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ശ്രീലങ്ക സന്ദർശന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മഞ്ഞയാണോ, കാവിയാണോ, വെള്ളയാണോ, കറുപ്പാണോ എന്നുള്ളത് എഴുതുക. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത്, ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാവറ അച്ഛനോടുള്ള ആദര സൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എപ്പോഴാണ്? ഓക്കെ, കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാവറ അച്ഛനോടുള്ള ആദര സൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എപ്പോഴാണ്? 1989 ഡിസംബർ 20, 1986 ഡിസംബർ 20, 1984 ഡിസംബർ 20, 1987 ഡിസംബർ 20 എപ്പോഴാണെന്നുള്ളത് ഡയറക്റ്റ് ഡേറ്റ് വരെ ഉണ്ട്. പക്ഷേ ഡിസംബർ 20 എല്ലാത്തിനും ഓപ്ഷനകത്ത് അതുള്ളതുകൊണ്ട് വർഷം കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാലോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് നോക്കിയാൽ ഓപ്ഷൻ നോക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗി, പൊയ്കയിൽ യോഹന്നാൻ, തൈക്കാടയ്യ, പണ്ഡിറ്റ് കറുപ്പൻ. ആരൊക്കെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി, ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രഹ്മാനന്ദ ശിവയോഗി, പൊയ്കയിൽ യോഹന്നാൻ, തൈക്കാടയ്യ, പണ്ഡിറ്റ് കറുപ്പൻ. എഴുതിയല്ലോ. ഓക്കെ, അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, എന്തായാലും ഒരു ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നവോത്ഥാനത്തിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, നിങ്ങളെ ഒരുപാട് ഈ പരീക്ഷാ സമയത്ത് ടെൻഷൻ അടുപ്പിക്കണമെന്ന് വെച്ചിട്ട് കൂടുതലും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യനെങ്കിലും അറിഞ്ഞു വെക്കുമല്ലോ എന്ന് വെച്ചിട്ട് എങ്കിലും നമുക്കൊരു ചേരുംപടി ചേർക്കാനായിട്ട് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓരോ സഭകൾ, 4 തരത്തിലുള്ള സഭകളും അത് സ്ഥാപിച്ച ആളുകളുടെ പേരുമാണ് അപ്പുറത്തുള്ളത്. ABCD എന്ന് പറഞ്ഞിട്ട് 4 സഭ തന്നിട്ടുണ്ട്. വിദ്യാഭൂഷണി സഭ, ജാതിനാശിനി സഭ, ശൈവപ്രകാശ സഭ, കല്യാണദായിനി സഭ. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 നവോത്ഥാന നായകന്മാരുടെ പേരുകളുണ്ട്. ആനന്ദ തീർത്ഥനുണ്ട്, തൈക്കാടയ്യുണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്, KP കറുപ്പനുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ABCD ഓപ്ഷൻ നോക്കുക, ഇതിനെ മാച്ച് ചെയ്യുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സമയം വേണ്ട ഒരു പോസ് ചെയ്യുക, ജസ്റ്റ് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ എഴുതിക്കോളൂ. ഓക്കെ, ഓപ്ഷൻ എഴുതിക്കോളൂ. നമ്മൾ 5ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആത്മവിദ്യാസംഘം 1916 എന്ന് പറയുന്നുണ്ട്. യജമാനൻ മാസിക 1939 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീതിഭോജനം 1926 എന്ന് തന്നിട്ടുണ്ട്. വാഗ്ബടാനന്ദൻ ജനിച്ചത് 1884 എന്ന് തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറയുന്ന സംഭവങ്ങളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വർഷമാണ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് തെറ്റായിട്ടുള്ള എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാം. അപ്പോൾ കൂടുതലും തെറ്റായിട്ടുള്ള ജോഡികൾ 3 ഉണ്ടാവും. ശരിയായ ജോഡി ഒരെണ്ണേ ഉള്ളൂ. ആ ശരിയായ ജോഡി നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി. ആ സംഭവവും അതുപോലെ തന്നെ ആ ഒരു വർഷവും മാച്ച് ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഏതാണോ ഉള്ളത് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. അടുത്ത 6,
ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം എപ്പോഴാണ്? ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1930, 1909, 1937, 1939. നോക്കുക, 1930, 1909, 1937, 1939 എപ്പോഴാണ് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത്? ആ ഒരു വർഷം. ഓക്കെ, ഇനി കുട്ടിക്കാലത്ത് കുട്ടിയപ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? കുട്ടിക്കാലത്ത് കുട്ടിയപ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? നടരാജഗുരു, അയ്യങ്കാളി, പേട്ടയിൽ രാമൻ പിള്ളയാശാൻ, പൽപ്പു. ആരാണ് കുട്ടിക്കാലത്ത് കുട്ടിയപ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകന്മാർ? അവരുടെ കുട്ടിക്കാല നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആരാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. 7ാമത്തെ ക്വസ്റ്റ്യനാണത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. VT ഭട്ടതിരിപ്പാട്, AK ഗോപാലൻ, സഹോദരൻ അയ്യപ്പൻ, മന്നത്ത് പത്മനാഭൻ. ഇവരിൽ ആരാണ് കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് അഭിപ്രായപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ എന്നുള്ളതാണ്. നോക്കുക, അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബഹുമത സമൂഹം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ്? എന്താണ്? അതായത് ബഹുമത സമൂഹം അല്ലേ, ബഹുമത സമൂഹം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. VT ഭട്ടതിരിപ്പാട്, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇവരിൽ ആരാണ് ബഹുമത സമൂഹം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്? ഓക്കെ അല്ലേ? അടുത്തത് ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മന്നത്ത് പത്മനാഭൻ ജീവശിഖ യാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാണ് ജീവശിഖ യാത്ര അല്ലേ? ഓക്കെ, അങ്കമാലി മുതൽ കാസർഗോഡ് വരെ, അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ, അങ്കമാലി മുതൽ കോഴിക്കോട് വരെ, അങ്കമാലി മുതൽ ആലപ്പുഴ വരെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ആൻസറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇനി വളരെ സമയം കുറച്ചേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 7000-ലധികം ചോദ്യങ്ങളടങ്ങുന്ന 70 മോഡൽ പരീക്ഷകൾ നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾക്കറിയാം അതിൻ്റെ എന്താണ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കൗട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് OMR ഷീറ്റിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് OMRൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിന് സമയമില്ലെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാം. കാരണം ആ രീതിയിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ താഴെ പോയി നോക്കിയിട്ട് പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരില്ല. എന്താണ് കൃത്യമായിട്ട് ചോദ്യം 4 ഓപ്ഷൻ സഹിതം, അതുകൂടാതെ ചോദ്യം 4 ഓപ്ഷനിൽ ശരി ഏത് എന്നുള്ള രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്ന രീതിയിൽ പഠിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം നിങ്ങൾക്ക് 5 മുതൽ 10 വരെയുള്ള SCRTയുടെ സോഷ്യൽ സയൻസിൻ്റെയും ഒപ്പം കറണ്ട് അഫെയർ 2023-24 കറണ്ട് അഫെയർ മന്ത്ലി കറണ്ട് അഫെയർ ലഭിക്കുന്നു. എല്ലാം ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ താല്പര്യമുള്ളവർ 249 രൂപയാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇനി ഇതിൻ്റെ ആൻസർ നോക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, ആദ്യത്തേത് സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്താണ്? വെളുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ള നിറമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാവറ അച്ഛനോടുള്ള ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ചോദിച്ചിട്ടുണ്ട്. അത് 1987 ഡിസംബർ 20. 1987 ഡിസംബർ 20. ഇനി അടുത്തത് നോക്കൂ, ശിവരാജയോഗി. നോക്കൂ, ശിവരാജയോഗി എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ പേരും ചിലപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയിലെ ഈ യോഗി എന്ന് പറഞ്ഞ് കാണപ്പോൾ ചിലപ്പോൾ കുത്തിയിട്ടുണ്ടാകും. അങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തി സാർ അറിയാതെ കുത്തിപ്പോയതാണെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടും, നമുക്ക് നോക്കാം എത്ര പേര് അങ്ങനെ മാറി കുത്തിപ്പോയി എന്നുള്ളത് നോക്കാം അല്ലേ. മാറി എഴുതി എന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, നമുക്കറിയാലോ. ശിവരാജ് യോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശിവരാജ് യോഗി എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യയാണ്. മാറിപ്പോകരുത്, ബ്രഹ്മാനന്ദ ശിവയോഗി അല്ല. അത് ഓപ്ഷൻ നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. തൈക്കാട് അയ്യയാണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ. അടുത്ത 4 നോക്കൂ, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭൂഷണി സഭ അല്ലേ. ഈ വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചതാരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ 3ലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, വിദ്യാഭൂഷണി സഭ സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ എ എന്ന് പറയുന്നത് 3ാമത്തെ എന്ന് പറയുമ്പോൾ ഈ ഇതും ഇല്ല, ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. നമുക്കിനി ഈ 2 ഉള്ളൂ. സിയോ ഡിയോ ആണ് നമുക്ക് വരാനുള്ള സാധ്യത. അല്ലെ A3 എന്ന് പറയുന്ന അതാണ് അവിടെ വരുന്നിട്ടുള്ളത്. അടുത്ത ജാതിനാശിനി സഭ അല്ലെ. ജാതിനാശിനി സഭ ആരാണ്? അത് ആനന്ദ തീർത്ഥനാണ് അല്ലേ. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥനാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 1. നോക്കൂ, എ എന്ന് പറയുന്നത് 3ാമത്തെയാണ്, ബി എന്ന് പറയുന്നത് 1ാമത്തെയാണ്. അപ്പോൾ ഇതും എല്ലാം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടി, സി ഓപ്ഷനാണ്. നമുക്ക് അടുത്ത് നോക്കാം, ശൈവപ്രകാശ സഭ ആരാണ്? അത് തൈക്കാട് അയ്യയാണ്. ശൈവപ്രകാശ സഭ ആരാണ്? തൈക്കാട് അയ്യയാണ്. കല്യാണദായിനി സഭ
KP കറുപ്പൻ. അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ നോക്കും, എല്ലാ ഓപ്ഷനും ഡി എന്താണ് നാലാമത്തെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ കല്യാണദായിനി സഭ KP കറുപ്പൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? വിദ്യാഭൂഷണി സഭയാണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചതാണ്. ജാതിനാശിനി സഭയാണെങ്കിൽ അത് ആനന്ദതീർത്ഥൻ സ്ഥാപിച്ചതാണ്. ശൈവപ്രകാശ സഭയാണെങ്കിൽ തൈക്കാട് അയ്യയാണ്. കല്യാണദായിനി സഭ പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഓക്കെ, പറയാത്തവരൊന്ന് ഇവിടെ തന്നെ പഠിച്ചിട്ട് പോവുക. ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി. നിങ്ങൾ ശരിയായെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾ ഇട്ടുക. അടുത്ത 5, ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ഇതിൽ 3 എന്തായാലും തെറ്റായിരിക്കുമല്ലോ. നമ്മൾ ഓരോന്ന് നോക്കി പോകാം. ആത്മവിദ്യാസംഘം 1916 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം ആത്മവിദ്യാസംഘം, ഇതെല്ലാം നോക്കൂ. ആത്മവിദ്യാസംഘം, യജമാനൻ, പ്രീതിഭോജനം എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്? വാഗ്ബടാനത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ വാഗ്ബടാനത്തിനുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ 4 കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ആത്മവിദ്യാസംഘം എപ്പോഴാണ്? 1916 ആണോ? അല്ല അല്ലേ, 1917 ആണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നമുക്ക് തെറ്റാണ്. ഇത് തെറ്റാണ്. നമുക്ക് ശരിയുള്ളത് മാത്രമേ തിരഞ്ഞെടുക്കണ്ടൂ. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ആത്മവിദ്യാസംഘം 1917 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത് യജമാനൻ എന്ന് പറയുന്ന മാസിക എപ്പോഴാണ് അത് പുറത്തിറക്കിയത്? അത് 1939 തന്നെയാണ്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ശരിയായ ഒരു ഉത്തരമാണ്. അപ്പോൾ ഇത് ശരിയാണ്, ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ബാക്കി 2 കൂടെ നമുക്ക് നോക്കാം. ബാക്കി നോക്കുകയാണെങ്കിൽ പ്രീതിഭോജനം എന്ന് പറയുന്നത് 1926 അദ്ദേഹം 1927 ഓക്കെ. പ്രീതിഭോജനം അല്ലേ, കോഴിക്കോട് വെച്ചിട്ട് പ്രീതിഭോജനം 1927 ഓക്കെ. എല്ലാം ഓരോ വർഷം ഞാൻ കുറച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ വാഗ്ബടാനത്തിൽ ജനിച്ചത് 84 അല്ല, 1885 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ആത്മവിദ്യാസംഘം എപ്പോഴാണ്? 1917 യജമാനൻ എന്ന് പറയുന്ന മാസിക വാഗ്ബടാനത്തിന് പുറത്തിറക്കിയത് 1939 പ്രീതിഭോജനം അദ്ദേഹം നടത്തിയത് 1927 അതുപോലെ വാഗ്ബടാനത്തിന് ജനിച്ചത് 1885 അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ബി ആണ്. യജമാനൻ 1939 മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ. അടുത്ത 6 നോക്കൂ. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഡയറക്റ്റായിട്ട് നമുക്കറിയാം. ഇതാണ് 1937. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത 7 നോക്കൂ. കുട്ടിക്കാലത്ത് കുട്ടിയപ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. കുട്ടിയപ്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുട്ടിയപ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. ഓക്കെ അല്ലേ. അടുത്ത് നോക്കുക. 8 കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ അല്ലേ. ഇപ്രകാരം അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ബ്രാഹ്മണൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ചായിട്ട് പെട്ടെന്ന് BT വട്ടത്തിരിപ്പാടിലേക്ക് പോകും. അത് പോയി കുത്തും അല്ലേ. അങ്ങനെ കുത്തിയവരുണ്ടോ? ഉണ്ടാവും, എനിക്കറിയാം അല്ലേ. BT വട്ടത്തിരിപ്പാടല്ല ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനാണ്. കർമ്മത്താൽ ചണ്ടാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ഓക്കെ അല്ലേ. തെറ്റിച്ചിട്ടുണ്ടോ? തെറ്റിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം അല്ലേ. ഇനി അടുത്തത് 9 ബഹുമത സമൂഹം. നോക്കൂ, ബഹുമത സമൂഹം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരെന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ബഹുമത സമൂഹം എന്നൊക്കെ പറയുമ്പോൾ ബഹുമതം അല്ലേ, സർവ്വമത സമ്മേളനത്തിലേക്ക് ചിലർ ആലോചിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെ കുത്തിയവരുണ്ടാവും. കാരണം എനിക്കറിയാം നവോത്ഥാനം എങ്ങനെയൊക്കെ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ കൺഫ്യൂസ് ആവും. കാരണം അത്രയും നവോത്ഥാന നായകന്മാരുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ എല്ലാം സെയിം ആയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ എന്തായാലും കൺഫ്യൂഷൻ ആവും. നമുക്ക് നോക്കൂ, നിങ്ങൾ അടുത്തൊരു ക്ലാസ് നമ്മൾ കൃതികളുടെയാണ് ചെയ്യാൻ പോകുന്നത്. നവോത്ഥാന നായകന്മാരുടെ കൃതികൾ വെച്ചിട്ടൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് നോക്കൂ, നിങ്ങൾ എത്രത്തോളം ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും നോക്കൂ. അടുത്ത ക്ലാസ് നമുക്ക് എന്തായാലും അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. ബഹുമത സമൂഹം എന്ന് പറയുന്ന കൃതിയിലെ ബഹുമത സമൂഹം എന്ന് പറയുന്നത് ആ ഒരു കൃതിയല്ല. ബഹുമത സമൂഹം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, ബഹുമത സമൂഹം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അടുത്തത് നോക്കാമല്ലോ. ഓക്കെ, അടുത്തത് മന്നത്ത് പത്മനാഭൻ ജീവശിഖ യാത്ര നടത്തിയത് ഏത് മുതൽ ഏത് വരെയാണ്? അങ്കമാലി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം അങ്കമാലിയാണ് അല്ലേ. അങ്കമാലി മുതൽ ഏത് വരെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം വരെ. ഓപ്ഷൻ ബി, അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം ജീവശിഖ യാത്ര നടത്തിയത്. ഓക്കെ, അപ്പോൾ 10 ആയി. 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായി. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കൃതികളുടെ മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. താങ്ക് യു.